ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ബ്ലാക്ക് ഹെന്ന നെയിൽ എങ്ങനെ യൂസ് ആക്കണം എന്നുള്ളതും പിന്നെ ഏത് ഹെന്ന പൗഡറാണ് യൂസ് ആക്കണം എന്നുള്ളതും ഇത് നല്ലതാണോ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ആക്കാൻ പോകുന്നത് കേട്ടോ. ശർക്കര മൈലാഞ്ചി നെയിലിൽ 3-4 തവണ നമ്മൾ ഇടുമ്പോൾ കിട്ടുന്ന ഒരു ഡാർക്ക് കളറില്ലേ, ആ ഒരു സെയിം ഡാർക്ക് കളർ തന്നെ ഞാൻ ഈ ചെയ്യുന്ന മെത്തേഡിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതിനായിട്ട് ഞാൻ യൂസ് ആക്കുന്നത് ഈ ഒരു ബ്ലാക്ക് ഹെന്ന പൗഡറാണ്. ഇത് മുടിയൊക്കെ ഡൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഈ ഒരു ഹെന്ന പൗഡർ ഉപയോഗിക്കുന്നത് അത്ര നല്ലതൊന്നല്ല കേട്ടോ. പെട്ടെന്നൊരു പ്രോഗ്രാം വന്ന് നമ്മളെ നെയിൽ ഇങ്ങനെ ഡാർക്കായിട്ട് കാണുന്ന ഒരാഗ്രഹം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഈ ഒരു മെത്തേഡിൽ ചെയ്യാം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഡെയിലി അല്ലെങ്കിൽ എപ്പോഴും യൂസ് ആക്കാനൊന്നും നിൽക്കരുത്. പിന്നെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം പിന്നീട് ഉപയോഗിക്കാൻ പറ്റൂല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പഴയത് എന്തെങ്കിലും ഒന്ന് എടുത്താൽ മതി, നല്ല പാത്രങ്ങളൊന്നും എടുക്കാൻ നിൽക്കണ്ട കേട്ടോ. പിന്നെ നമുക്ക് എത്രയാണോ പൗഡർ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ പൗഡർ എടുക്കുക. ഞാൻ എടുത്ത കുറച്ച് കൂടി പോയിട്ടുണ്ട്, ഞാനൊരു കൈമ മാത്രം ഇട്ടാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ എടുത്ത കൂടി പോയതുകൊണ്ട് കൈമലും കാലുമലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത്ര പൗഡറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് വെക്കാം കേട്ടോ. ഒരുമിച്ച് എല്ലാം കൂടി ചേർക്കണ്ട, അതിൽ ചെറിയ അലിയാത്തതുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കുറച്ച് ചേർത്ത് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഞാൻ ചേർത്ത വെള്ളത്തിൻ്റെ എമൗണ്ട് അല്ല, ജസ്റ്റ് ഒരു 3-4 ഡ്രോപ്പ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളതിന്. അപ്പോൾ ഈ ഒരു തിക്കിലായിട്ട് എനിക്ക് കിട്ടിയിട്ടോ. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ നമുക്ക് ഇടാൻ കഴിയൂല. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി ഒരു 2-3 ഡ്രോപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ലൂസാവും വേണ്ട, ടൈറ്റും വേണ്ട, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട, വേറെ എവിടെയും ആവാണ്ട്, സ്കിന്നിമേലൊന്നും ആവാണ്ട് നെയിലുമേൽ മാത്രം ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇത് അത്ര നല്ല ഒന്നല്ല ഉപയോഗിക്കുന്നത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, യൂസ് ആക്കുന്ന അത്ര നല്ലതൊന്നല്ല. മുടിമേലാണെന്നുണ്ടെങ്കിലും ഈ നിറവന്നവരൊക്കെ ഉപയോഗിക്കുന്നതാണിത് ഒരു ഡൈ ചെയ്യാൻ വേണ്ടി. പക്ഷേ അല്ലാത്തവർ തലയിൽ ജസ്റ്റ് നമ്മൾ ഇത് ഇടുമ്പോൾ പോലും ജസ്റ്റ് തലയിലൊന്ന് ആക്കി കൊടുക്കാൻ പോലും പാടില്ല. കാരണം നമ്മൾ എപ്പോഴും മൈലാഞ്ചി ഇടുകയാണെന്നുണ്ടെങ്കിൽ നേരെ തലയിലല്ലേ തേക്കുക. ഇതങ്ങനെ തേക്കരുത് കേട്ടോ. അത്രയ്ക്കും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒരു ഡാർക്ക് വേണം എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം ഇത് വാങ്ങി ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. ഇതത്ര വലിയ നല്ലതൊന്നല്ല, ഞാൻ വീണ്ടും പറയാൻ കേട്ടോ, അത്ര നല്ലതൊന്നല്ല. പിന്നെ ഇത് ഞാൻ ഒരു 10 മിനിറ്റ് വെച്ചപ്പോഴേക്ക് ഈ ഒരു ഡാർക്ക് കളറായിട്ട് കിട്ടീന് കേട്ടോ. ചിലപ്പോൾ അതിൽ കൂടുതൽ വെച്ച ടൈം വെക്കുമ്പോൾ കുറച്ചൊരു ഡാർക്ക് ആവേക്കും. എനിക്ക് ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വെച്ചില്ല. ബ്ലാക്ക് ഹെന്ന കേക്കിയിട്ട് ഈ ഒരു ശർക്കര മൈലാഞ്ചില്ലേ, നമുക്ക് വീട്ടിലുണ്ടാക്കിയതാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇതും നല്ലത് തന്നെയാണ്, ഓർഗാനിക്കായിട്ട് വരുന്നതല്ലേ. അങ്ങനെ ഈ ഒരു സംഭവം 20 രൂപ എങ്ങാണ്ടുള്ളൂ, 10 രൂപേൻ്റെ ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ വരുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് 20 രൂപേൻ്റെ കിട്ടിയത്. അത് ഇതിൻ്റെ മുകളിൽ കൂടെ അപ്പം തന്നെ ഒന്ന് അപ്ലൈ ആക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ശർക്കര മൈലാഞ്ചി നമുക്ക് എത്ര ടൈം വേണമെങ്കിലും വെക്കാം കേട്ടോ. ഓവർ നൈറ്റ് ആണെങ്കിലും അങ്ങനെയൊക്കെ വെക്കാം, ഒരു കുഴപ്പമില്ല. വീട്ടിലുണ്ടാക്കിയതാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ഞാനിതൊരു ജസ്റ്റ് ഒരു അരമണിക്കൂർ ഒക്കെ വെച്ചിട്ടുള്ളായിരുന്നു. അത് കഴിഞ്ഞാൽ ഞാൻ കൈക്ക് അപ്പോൾ കിട്ടിയ ഡാർക്ക് കളറാണ് കേട്ടോ ഇത്. ശരിക്കും ഒരു 4-5 ദിവസം നമ്മൾ ഓവർ നൈറ്റ് ശർക്കര മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഡാർക്ക് കളറില്ലേ, സെയിം ആ കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് നമുക്കൊരു ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് യൂസ് ചെയ്യുക. ജസ്റ്റ് ഒരു അരമണിക്കൂർ കൊണ്ട് കാര്യം കഴിയും. വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇതൊരിക്കലും കുട്ടികൾക്ക് അപ്ലൈ ആക്കി കൊടുക്കരുത് കേട്ടോ. അത് നമുക്ക് തന്നെ നല്ലതല്ല, അപ്പോൾ അവർക്ക് തീരെ ഒട്ടും നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് അത് യൂസ് ആക്കരുത് കേട്ടോ. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരും കേട്ടോ.